ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് ആദിപർവം തുടരുന്നു. ഉത്സവം കഴിഞ്ഞപ്പോൾ വൃഷ്ണികളെല്ലാവരും സൽസഭാവന്ദനം ചെയ്തൊക്കവേ പുറപ്പെട്ടാർ. സുഭദ്രതാനും പിന്നെ രൈവതകാദ്രീന്ദ്രനെ സുഭക്ത്യ വലത്തു വെച്ചർപ്പിച്ചു വന്ദിച്ചുടൻ ദൈവതഭൂദേവേന്ദ്രന്മാരെയും വണങ്ങിട്ടു കൈവരണമേ മമ കാക്ഷിതമെന്നു നന്ദി ശ്രീമദ്വാരകാപുരി പോവാനായി പുറപ്പെട്ടാൾ. ഭീമസേനാനുജനും ഭുക്കിതു മധ്യേ മാർഗം ഭദ്രയം സുഭദ്രയെ ചിന്തിച്ചവൻ നിദ്രയും വെടിഞ്ഞുപോയദ്രിപുങ്കവതടേ രമ്യകാനനദേശേ നിർമ്മലശിലാതലേ മന്മഥവിവശനായി ധർമ്മജാനുജൻ ബുക്കാൻ. അർജുന സാലതാല ബഹുളകമാലങ്ങൾ അശ്വകർണങ്ങൾ ചമ്പകാശോക പുന്നാഗങ്ങൾ കേതകപാടലങ്ങൾ കർണികാരങ്ങൾ നല്ല ചൂതങ്ങൾ അങ്കോലങ്ങൾ അതിമുക്തകങ്ങളും ഇത്യാദി വൃക്ഷങ്ങൾ കൊണ്ടെത്രയും മനോജ്ഞമാം സുസ്ഥരെ വസിക്കുന്ന സന്യാസിയതു നേരം പോകുന്ന വൃഷ്ണിവീരന്മാരോടു പറഞ്ഞിതു സാകം നമ്മോടുമത്ര നിങ്ങൾ ചെത്തിരിക്കണം. രേവതി രമണനും സാമ്പനും പ്രദ്യുപ്നനും സാരണൻ കൃതവർമ്മ ചാരുദേഷ്ണനും ഗതൻ ഭാനുവും വിഡൂരഥൻ നിഷഠൻ പൃഥുവും ഇത്യാദികളാകിയ വൃഷ്ണികളും യദുവീരന്മാരും അസന്യാസി തന്നെ കണ്ടു കുതുകം പൂണ്ടു നമസ്കരിച്ചു ഭക്തിയോടെ. മൃദുപല്ലവങ്ങളിരുന്നാരെല്ലാവരും കുശലപ്രസരങ്ങളും ചെയ്തിരു സന്യാസിയും. കുശലമത്രേയെന്നു പറഞ്ഞു മുസലിയും. ഞങ്ങളെ കുറിച്ചേറ്റം കാരുണ്യമുണ്ടാകേണം, എങ്ങുനിന്നെഴുന്നള്ളത്തെന്നതും കേട്ടിടേണം. നിന്തിരുവടി കണ്ട പുണ്യദേശങ്ങളെല്ലാം അന്തരം കൂടാതെ കണ്ടരുളി ചെയ്തിടേണം. ക്ഷേത്രങ്ങൾ പർവ്വതങ്ങൾ വനങ്ങൾ നദികളും തീർത്ഥങ്ങൾ ദിഗ്വൃത്താന്ത ഭേദങ്ങളൊക്കെ ചൊന്നാൻ മോക്ഷകർമ്മങ്ങളെല്ലാം ആഖ്യാനം ചെയ്താനിവൻ. സാക്ഷാൽ ജ്ഞാനാർത്ഥി ഭിക്ഷു മുമുക്ഷു ശ്രേഷ്ഠനെന്നാൽ സന്യാസിക്കുപദ്രവം കൂടാതെ വസിപ്പതിന്നു നാം ഒരു നിലം കൽപ്പിച്ചിടുക വേണം എന്നു വൃഷ്ണികൾ ബലനോടു ചൊല്ലിയ നേരം വന്നിതു വസുദേവനന്ദനൻ നാരായണൻ. പെരിക സന്തോഷിച്ചു ബലഭദ്രരും ചൊന്നാൻ വരിക കൃഷ്ണ വരുവൊന്നു ചൊല്ലേണമിപ്പോൾ. നിവനായിരിപ്പോരു സന്യാസി വരനിവൻ നിർവ്യാജം സേവിക്കേണമിവനെ നാം എല്ലാരും. ഇവിടെ ചാതുർമാസ്യമിരിപ്പാനൊരു നിലമെവിടം നല്ലതെന്നു ചിന്തിച്ചു ചൊല്ലേണം നീ. നിന്തിരുവടിക്കുള്ളിൽ തെളിഞ്ഞ ദേശം തന്നെ സന്തോഷം മറ്റെല്ലാവർക്കും എന്തതു വിചാരിപ്പാൻ. അന്തർമോദേന പുണർന്നാൻ അനുജൻ തന്നെ നോക്കി ചിന്തിച്ചു കാമപാലൻ കൃഷ്ണനോടരുൾ ചെയ്തു. ആരാമത്തിങ്കലതികോമളലതാഗൃഹേ ധീരനാം സന്യാസിക്കു വസിപ്പാൻ സുഖമുള്ളു. ഭോജനത്തിനു കന്യാഗൃഹമുണ്ടടുത്തെന്നാൽ ഭോജന്മാർക്ക് അനുവാദം നീ കൂടെ കൽപ്പിക്കുമ്പോൾ. ബലദേവോക്തി കേട്ടു പറഞ്ഞു മാധവനും ബലവാനിവനതിസുന്ദരൻ വാഗ്മി യുവാ കന്യകാപുര സമീപത്തിങ്കലാക്കിയിടുവാൻ ഇന്നവൻ യുക്തനല്ലെന്നെന്നുടെ മതം. പിന്നെ ശാസ്ത്രജ്ഞൻ ഗുരു
ധർമ്മജ്ഞോത്തമൻ നേതാവായ ശാസ്ത്ര നിന്തിരുവടി ഞങ്ങൾക്കിന്നെല്ലാവർക്കും ഭവദാസമുക്തമായതിനെ വിരോധിപ്പാനിവിടെ മറ്റാരുമില്ലിത്ര പോന്നിട്ടു പിന്നെ ചിന്തിച്ചാൽ ശുഭാശുഭമറിവാനൊരുത്തരും നിന്തിരുവടിക്കു നേരില്ലെന്നു ധരിക്കണം. ഇത്തരം കൃഷ്ണവാക്യം കേട്ടു രാമനും ചൊന്നാൻ, സത്യവാൻ ജിതേന്ദ്രിയൻ ധൃതിമാൻ വിനയവാൻ ഉത്തമനായ ഭിക്ഷു വിദ്വാനെത്രയുമിവൻ. ഭക്ത്യാ നീ കൂട്ടിക്കൊണ്ടുപോകേണം കന്യാഗൃഹേ, ഭദ്രയാം സുഭദ്രയോടിങ്ങനെ പറയണം. ഭദ്രനായിരിപ്പൊരു സന്യാസി പ്രവരനു ഭക്ഷ്യങ്ങൾ ഭോജ്യങ്ങളും പേയങ്ങൾ ഇവയെല്ലാം നിത്യവും ശിക്ഷയോടെ ഭിക്ഷയിട്ടിടവേണം. അത്യുദാരതയോടു ഞാൻ ചൊന്നതെന്നു ചൊല്ലുക. കോമളനായ കൃഷ്ണൻ അങ്ങനെ തന്നെയെന്നു കാമപാലാനുജ്ഞയും കൈക്കൊണ്ടു വഴി പോലെ സന്യാസിയായ പാർത്ഥൻ തന്നെ കൈയും പിടിച്ചന്യൂന കൗതൂഹലം പൂണ്ടു തൻ ഗൃഹം പുക്കാൻ. രുക്മിണിയോടും സത്യഭാമയാം കാന്തയോടും പത്മലോചനൻ പരമാർത്ഥവും അറിയിച്ചാൻ. പാർത്ഥനാഗതനായ വാർത്ത കേട്ടവർകളും പൂർത്തിയാം മനോരഥമെന്നു സന്തോഷം പൂണ്ടാൻ. സന്യാസിയോടും കൂടി കന്യകാഗൃഹം ബുക്കു ധന്യയം ഭഗിനിയോടീ വണ്ണം അരുൾ ചെയ്തു. ഭദ്രയാം സുഭദ്ര കേളാര്യന്റെ നിയോഗം നീ, ഭദ്രനായിരിപ്പോരു സന്യാസി വരനിവൻ. ഭക്ഷ്യഭോജാദികളാൽ ഭിക്ഷ നൽകിയിടവേണം. ഭിക്ഷുവിനനുഗ്രഹം സിദ്ധിപ്പാൻ നമുക്കെല്ലാം നിത്യവും ഭിക്ഷുവശവർത്തിനിയാക വേണം. സിദ്ധിക്കും അഭിമതമെന്നാൽ നിശ്ചയം ബാലേ. മുന്നം വന്നിതു ചില സന്യാസി വരരവരിന്നിപ്പോൾ ദാശാഖണ്ഡൻ പുത്രികളായുണ്ടായ കന്യകാഗൃഹങ്ങളിലിരുന്നീടുന്നു ബാലേ. നന്നായി ശുശ്രൂഷിച്ചിടുന്നിതു ഭക്ത്യാ നിത്യം എന്നെല്ലാം ബോധിപ്പിച്ചു മാധവൻ എഴുന്നള്ളി. സന്യാസി കന്യാഗൃഹം തന്നിലും ബുക്കാനല്ലോ. രമ്യഗാത്രിയെ കണ്ടു മന്മഥ വിവശനായി ധർമ്മജ സഹോദരനെത്രയും താപം പൂണ്ടാൻ. നിദ്രയുമില്ല പുനരൂണും ഇല്ലെന്നു വന്നു. നിത്യവും ധ്യാനത്തിനു നിഷ്ഠയും ഉണ്ടായി വന്നു. മറ്റൊരു ചിന്തയുമില്ലുറ്റവരിലും കൂടെ മുറ്റുമ സുഭദ്രയിലെന്നിയേ നക്തന്നിവം. ആളികളോടും കൂടി കേളികൾ പോലുമ്പോഴും പ്രീളാതി മനോഹര ഭാവങ്ങൾ കാണുമ്പോഴും പന്താടുന്നതു കണ്ടും പമ്പരക്കളി കണ്ടും ചിന്തുകൾ പാടുന്നതും ചന്തമായാടുന്നതും ചാതുല്യം കണ്ടും വേണുവീണാദികളിൽ ശീലമാധുര്യം കണ്ടും ഭാവഗാംഭീര്യം കണ്ടും നേത്രകാധൈര്യം കണ്ടും ചേതോ വൈധൂര്യം കണ്ടും മാരവൈകാര്യം കണ്ടും വാഞ്ചാസൗകര്യം കണ്ടും വേഷസൗകുമാര്യം കണ്ടും തല്ലാവണ്യം കണ്ടും വൃത്തിദാക്ഷിണ്യം കണ്ടുമുള്ളിൽ കാരുണ്യം കണ്ടും നല്ല താരുണ്യം കണ്ടും സ്മിതഭാഷിതം കേട്ടും ഭാവവൈവർണ്യം കലർന്നിതു സവ്യസാചിക്കുമേന്മേൽ. മാധവ ഭഗിനിയും ശൈശവത്തിങ്കൽ തന്നെ മാധവ സഖിയായ ഫൽഗുന ഗുണങ്ങൾ കേട്ടാദരവോടു മന്മഥാതുരയായാളല്ലോ. കണ്ടവർ പറഞ്ഞു കേട്ട അർജുന രൂപഗുണം കണ്ടതുപോലെ തന്നെയുണ്ടല്ലോ സുഭദ്രയ്ക്കും. രണ്ട് കൈകൾക്കുമുണ്ടു ഞാൻ തഴമ്പതു കണ്ടുമുണ്ടായി
സന്യാസിയിൽ കൗതുകം മുഴുക്കയാൽ പന്തൊക്കും മുലയാളാം മാധവിയൊരു ദിനം മൃഷ്ടഭോജനം കഴിഞ്ഞിഷ്ടമോടിരിക്കുമ്പോൾ പുഷ്ടകൗതുകത്തോടും മട്ടോലും മൊഴിയാളും തുഷ്ടനായിരിപ്പോരു ശിഷ്ടനാം യതിയോടും കഷ്ടമെന്നിരിക്കിലും മട്ടലർബാണൻ ചൊല്ലാൽ വട്ടൊത്ത കൊങ്കകളും ദൃഷ്ടിയും കവാടം കൊണ്ടൊട്ടൊട്ടു മറച്ചിട്ടു നിന്നവൾ വിചാരിച്ചാൾ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ.